Be back to our class. Today we are starting with induction practices. This is the ഓരോ ഇൻഡസ്ട്രിയുടെയും ഇൻഡക്ഷൻ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ആയിട്ടല്ല നോക്കണത്, ജനറലി ഏതൊക്കെ രീതിയിലാണ് ഇൻഡക്ഷൻ പ്രാക്ടീസസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? സോ ഇൻ മെജോറിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ they prefer to issue ഇൻഡക്ഷൻ ഗൈഡ് ഇഷ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, ഇൻഡക്ഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് നമുക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ എന്തൊക്കെ പോളിസീസാണ് നമുക്കുള്ളത്, എന്തൊക്കെ റെഗുലേഷൻസാണെന്നുള്ളതൊക്കെ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഫോമിൽ പുതിയ എംപ്ലോയീസിന് കൊടുത്താൽ ഇറ്റ് ഇസ് ബെറ്റർ ഫോർ ദാറ്റ് എംപ്ലോയീസ് ഓൾസോ. കാരണം നമുക്ക് എപ്പോഴും ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ രണ്ടും വേണം. നമുക്ക് ഫോർമലി നമ്മൾക്കൊരു അറ്റാച്ച്മെൻറ്റും ആ കമ്പനിക്ക് തോന്നണം. അപ്പോൾ അതുകൊണ്ട് മോണോട്ടണസ് അല്ലാത്ത രീതിയിൽ ഒരു ഗൈഡ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ ദ എംപ്ലോയി ടു നോ അബൌട്ട് ഇൻ സ്പെസിഫിക് അബൌട്ട് ദ കമ്പനി, ഇൻ സ്പെസിഫിക് അബൌട്ട് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇൻ സ്പെസിഫിക് ഹൗ ടു ഹാവ് എ ഡീപ്പ് സ്ട്രക്ചർ റിഗാർഡിംഗ് ദ കമ്പനി, എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഒഴിവാക്കാം. ആ രീതിയിലുള്ള ഡീറ്റെയിലിംഗ് അത് കുറേയും കൂടി ഗുണം ചെയ്യും ന്യൂ എംപ്ലോയീസിന്. ക്ലിയർ? ആൻഡ് അനദർ ഫോം, ഇതിൻ്റെ കൂടെ തന്നെ ഈവൻ കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൻ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെൻ യു കം ആൻഡ് ജോയിൻ ഇൻ എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എൻ ഓർഗനൈസേഷൻ, you will be having in mind about a rapport that you had in the past institution. പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവും നമ്മുടെ മനസ്സിൽ ഫുള്ള്. അപ്പോൾ ചിലപ്പോൾ you will be comparing this with that. So a counseling can be given by the supervisor regarding the what all works we must do. Also this will act as a confidence. ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ പറയണ കുറേ ഫാൾസ് ഇംപ്രഷൻസ് ചിലപ്പോൾ നമുക്കുണ്ടാവും. പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെ കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അതിൽ പോയി ചാടരുത്. അപ്പോൾ ഈ അങ്ങനെ ഫാൾസ് നൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാൻ ദിസ് കൗൺസിലിംഗ് ഇസ് ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് എ റീഅഷ്യൂറൻസ് ഫോർ അസ് ദാറ്റ് ദിസ് കമ്പനി വിൽ ഗിവ് യു ഗുഡ് ഫെസിലിറ്റീസ് ഓർ ദിസ് കമ്പനി ഈസ് ഗോയിങ് ടു ഗിവ് യു ഗുഡ് പ്രോസ്പെക്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെ ഒരു അഷ്യൂറൻസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ദിസ് കൗൺസിലിംഗ് ബൈ ആർ സൂപ്പർവൈസേഴ്സ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദ ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്പാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാലും വി വിൽ നോട്ട് ബി അറ്റാച്ച്ഡ്. എപ്പോഴും ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സംഭവം കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താ എപ്പോഴും വേണ്ടത്? എപ്പോഴും ഫോളോ അപ്പ് ഷുഡ് ബി ദെയർ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം, ഇടയ്ക്കിടയ്ക്ക് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത്, പണ്ടൊന്നും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് ഇത്രയും ഇഷ്യൂസ് ഒരു കൺസേണിനില്ല. ഇപ്പം അങ്ങനെയല്ല, സ്ട്രെസ്സ് കൂടുതലാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ എംപ്ലോയീസിനോട് എപ്പോഴും ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് ചെയ്യണത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുമ്പോൾ, പേഴ്സണൽ ടോക്സ് ഉണ്ടാവുമ്പോൾ കുറേയൊക്കെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ പറ്റും. സോ വീണ്ടും വീണ്ടും ഗൈഡൻസ് തരാനും വീണ്ടും വീണ്ടും കൗൺസിലിംഗ് തരാനും ഒക്കെ പീരിയോഡിക് ഫോളോ അപ്പ് മസ്റ്റ് ബി ദെയർ ബൈ ദ സൂപ്പർവൈസേഴ്സ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് വിത്ത് ദിസ് ലെറ്റ് us മൂവ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷനിൽ വെച്ചാലും ചിലപ്പോൾ പ്രിൻറ്റഡ് മെറ്റീരിയൽ കൊടുക്കണവരുണ്ട്. പ്ലാന്റ് ആൻഡ് ഒരു കമ്പനി ടൂർ അറേഞ്ച് ചെയ്യുന്നവരുണ്ട്. കമ്പനി ടൂർ പറഞ്ഞാൽ ഇൻ ടൂറാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു നമ്മുടെ തന്നെ മെഷീനറീസൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പുതിയ എംപ്ലോയീസിന് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു ടൂർ അറേഞ്ച് ചെയ്യാം. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ടെഡിയസ് ആയിട്ടുള്ള വർക്ക് തരാതെ ആദ്യത്തെ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കൊണ്ടുപോയിട്ട് ദിസ് ഈസ് ദ പ്രൊസീജിയർ ദാറ്റ് വി ആർ ഫോളോയിങ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആരാ, ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റർ ആരാ, നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താ, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു കുറച്ചും കൂടിയും ഒരു ബ്രോഡർ വ്യൂ എംപ്ലോയിക്ക് കിട്ടും. ക്ലിയർ? ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഫോളോ ചെയ്യുന്ന ടാസ്ക് ഡിഫറെൻ്റ് ആണ്. പല ഇൻഡസ്ട്രീസിലും പല ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ആണുള്ളത്. പലപ്പോഴും നെറ്റിൽ ഉണ്ടാവും ഓരോ കമ്പനി ഫോളോ ചെയ്യുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഐ എം ഗിവിങ് യു. റൈറ്റ് an assignment in detail explaining the methods of induction program conducted by any 4 companies in India. ഏതെങ്കിലും
4 കമ്പനിയുടെ അവർ ഏതൊക്കെ രീതിയിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാംസാണ് ഒരു പുതിയ എംപ്ലോയിക്ക് കൊടുക്കണം എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ഒരു അസൈൻമെൻറ്റ് ചെയ്യുക. ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണത് എന്നാണോ ഓഗസ്റ്റിൽ നമ്മൾ ക്ലാസ് തുടങ്ങും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. സോ ഓഗസ്റ്റ് 2nd വീക്കിൽ ക്ലിയർ. ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ് ഓൺലൈനിൽ തരാം. ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഓഗസ്റ്റ് 2nd വീക്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികളെയാണ് ഈ അസൈൻമെൻറ്റിനെ കുറിച്ച് അറിയുള്ളൂ. ആരോടും പറയണ്ട അസൈൻമെൻറ്റിൻ്റെ കാര്യം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണ ഡേറ്റ് ഓഗസ്റ്റ് 2nd വീക്കിൽ ഒരു സെക്കൻഡ് വെനസ്ഡേ സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ. സെക്കൻഡ് വെനസ്ഡേ കോളേജ് റീഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഈ 2nd വീക്കിലെ വെനസ്ഡേ യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ഇൻ ഓൺലൈൻ. ക്ലിയർ. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ഇൻറ്റിമേഷൻ തരാം. ഓക്കെ. വെൽക്കൻ അസൈൻമെൻറ്റ് ഇൻ ഡീറ്റെയിൽ. ഏത് 4 കമ്പനി ആയാലും കുഴപ്പമില്ല. ഇന്ന കമ്പനീസ് ആവണം എന്നൊന്നുമില്ല. യു ക്യാൻ ടേക്ക് എനി 4 കമ്പനി. യു ക്യാൻ ആഡ് യുവർ ഓൺ അറ്റാച്ച്മെൻറ്റ്. എന്ത് വേണമെങ്കിലും ആവാം. ടൈപ്ഡ് ആയാലും മതി, അല്ല എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചാലും മതി, അല്ല ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ഇൻ എനി ഫോം യു പ്രിഫർ. Clear. And this is the first assignment. Remember, write an assignment in detail explaining the methods of induction programs conducted by any 4 companies in India. മറന്നു പോകരുത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിടുന്നത്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ അതർ ടേം, സോഷ്യലൈസേഷൻ. ഇപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫോർമലൈസ്ഡ് ആണ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ക്ലിയർ. അപ്പോൾ സോഷ്യലൈസേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോഷ്യലൈസേഷൻ, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? ഒരു എംപ്ലോയീസിനെ ക്വിക്ക്ലി ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ് സോഷ്യലൈസേഷനിൽ. ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ ജോയിൻ ചെയ്യുന്ന ദിവസം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ മാത്രമേ അറിയുള്ളൂ, ചിലപ്പോൾ 1-2 ഫ്രണ്ട്സും കൂടി ഉണ്ടാവും. അതല്ലാതെ നമ്മൾ എത്ര സ്പീഡിൽ ഇൻ്ററാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ സോഷ്യലൈസ്ഡ് ആവുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻ്ററാക്ഷൻ പോസിബിൾ ആവും? ഇപ്പോൾ ചില സമയത്ത് പുതിയ എംപ്ലോയീസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നടത്താറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ആവാൻ പോവുകയാണ്, നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്, അപ്പോഴും നമുക്ക് ഈ ഒരു സോഷ്യലൈസേഷൻ ആവശ്യമാണ്. കാരണം നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിരുന്ന സിറ്റുവേഷൻ വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ ആൾക്കാരായിരിക്കും. സോ ഈ ഒരു സോഷ്യലൈസേഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കൂട്ടാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സോഷ്യലൈസേഷൻ. ക്ലിയർ. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് കമ്പനിയുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഗുഡ് വർക്ക് പ്ലേസ് കൾച്ചർ മസ്റ്റ് ബി ദെയർ. പീപ്പിൾ മസ്റ്റ് ബി മോട്ടിവേറ്റഡ് ഇൻറ്റേർണലി. ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി വെൽബീയിങ് ഉണ്ടാവണം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ പ്യുവർലി സെൽഫിഷായി മാറും ഇഫ് ക്ലാസ് റൂം ഡസൻറ്റ് എക്സിസ്റ്റ്. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് എന്നും പഠിക്കുക, പുറം ലോകത്തെ ആരെയും കാണാനില്ല. ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ പോലെ LKG മുതൽ +2 വരെ സ്കൂളില്ലാത്ത അങ്ങനെ ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി മാത്രം, നമ്മളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ്. അത് മാറി വൈ യു ആർ അഡ്മിറ്റഡ് ഇൻ എ കോളേജ് ഓർ സ്കൂൾ ഇസ് ദാറ്റ് എ ഹാർമണൈസേഷൻ ഓർ എ കമ്മ്യൂണിറ്റി വെൽബീയിങ്, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്ററാക്ഷൻ വിത്ത് അതേഴ്സ് മേക്കേഴ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് ദം. അങ്ങനെ ഒരു ക്വിക്ക്ലി ഇൻറ്ററാക്ഷൻ പോസിബിൾ ആക്കാനാണ്. കാരണം ഈ ക്വിക്ക്ലി ഇൻറ്ററാക്ഷനൊക്കെ പോസിബിൾ ആയതിനു ശേഷമാണ് യു ആർ മൂവിങ് ടു എ ജോബ് കൾച്ചർ. അവിടെ ആ ജോലിയിൽ ഏത് ജോലിയാണെങ്കിലും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ സ്ട്രെസ് ലെവലിന് പറ്റണം. അല്ലാതെ നമ്മൾ എന്നും ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചാൽ നമുക്ക് ആ ഒരു സ്ട്രെസ് ലെവൽ പറ്റില്ല. അപ്പോൾ ചെറുപ്പം മുതലേ യു ആർ അഡ്ജസ്റ്റിംഗ് ഓർ യു ആർ അഡോപ്റ്റിംഗ് ടു ഓൾ ദ എൻവയൺമെൻറ്റ്. എല്ലാ രീതിയിലുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ യു നോ വാട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹാവ്. സോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ യു വിൽ ബി ഏബിൾ ടു ബെയർ ദാറ്റ് അലോൺ. ക്ലിയർ. സോ ലെറ്റ് us see സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലും പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദിസ് ഇസ് എ പ്രോസസ് വിച്ച് ഇസ് ഹൈലി കോംപ്ലെക്സ്. ഹൗ ഇറ്റ് ഇസ് കോംപ്ലെക്സ്? കാരണം ബിക്കോസ് ഇറ്റ് ഇസ് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് by which newcomers acquire and learn the social knowledge, task, required behavior, values and attitudes necessary for assuming a role in an organization and learn what the organization expect from them. ഇത് മനസ്സിലാക്കാണ്. അപ്പോൾ ഒരു പുതിയ ആൾക്കാർ നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ സോഷ്യൽ നോ ഹൗ എങ്ങനെയാണ്, നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എങ്ങനെയാണ്,
നമ്മൾ ഏത് മാനറിലാണ് ബിഹേവ് ചെയ്യേണ്ടത്. സംടൈംസ് നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോൾ കാണാം, ദേ ഡസൻറ്റ് നോ ദ റിക്വയർഡ് ബിഹേവിയർ. പിന്നെ നമ്മളുടെ വാല്യൂസ് എന്താവണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എന്താവണം വെൻ യു ആർ വർക്കിംഗ് ഇൻ ദിസ് എൻവയൺമെൻറ്റ്. ദാറ്റ് യു ഷുഡ് നോ, അസ്യൂമിങ് ദാറ്റ് യു ആർ വർക്കിംഗ് ഇൻ ദാറ്റ്. ആ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മളെ പറഞ്ഞു തരുന്ന ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ. ഇൻഡക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇൻഡക്ഷൻ നമ്മളെ ഓറിയൻറ്റ് ചെയ്യുകയാണ് ചെയ്യണത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കിനെ. സോഷ്യലൈസേഷൻ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ റോള് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ സോഷ്യലൈസ്ഡ് നോളേജ് നമുക്ക് ഉണ്ടാവണം. വാട്ട് ഷുഡ് ബി യുവർ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഒരിക്കലും വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും നഷ്ടപ്പെടുത്തരുത്. ആൻഡ് ഓൾസോ ലേൺ വാട്ട് ദ ഓർഗനൈസേഷൻ എക്സ്പെക്ട്സ് ദം. ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ അത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പഠിക്കുക, അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കും, നമ്മൾ ആരോടും അധികം മിങ്കിൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ട്രിക്റ്റ് വർക്ക് കൾച്ചറാണ്. അപ്പോൾ ഇത് അറിയാതെ നമ്മളുടെ ബിഹേവിയറിലും മാറ്റങ്ങൾ വരുത്തും, നമ്മളും എങ്ങനെയാവും. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര സോഷ്യലൈസ്ഡ് ആവും, നല്ലോണം സംസാരിക്കുന്ന നേച്ചർ ആവാം. പക്ഷേ അവിടെ വന്നതിന് ശേഷം നമുക്ക് മാറ്റം ഉണ്ടാവും. കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അധികം ആരോടും സംസാരിക്കരുതെന്നാണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ സ്ലോലി ഈവൻ യു വിൽ സ്റ്റാർട്ട് ചേഞ്ചിങ്. കാരണം ബിക്കോസ് യു വിൽ ബി സീയിങ് ദാറ്റ് സോർട്ട് ഓഫ് ബിഹേവിയർ ഫ്രം യുവർ സീനിയേഴ്സ് ആൻഡ് യു വിൽ ബി നോയിങ് ദിസ് ഈസ് വാട്ട് ദ ഓർഗനൈസേഷൻ എക്സ്പെക്ട് ഫ്രം അസ്. അപ്പം നമ്മളുടെ കരിയർ ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ ഒരു ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ടാണ്. ന്യൂ കമേഴ്സ് അങ്ങനെ ഒരു സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ. കാരണം അവരുടെ ഒരു ഇംപ്രഷൻ പെട്ടെന്ന് കയറി വരുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമുക്ക് എപ്പോഴും പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഹൈലി സ്ട്രെസ്ഫുള്ളാണ്. കാരണം നമ്മൾ എന്തായിരുന്നോ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ വേറൊരാളാവാൻ ശ്രമിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് യു വിൽ ഹാവ് ഇഷ്യൂസ്. നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ വാട്ട് ഓൾ ഇഷ്യൂസ് യു വിൽ ഫേസ്. നമ്മൾ ഒരു മിംഗ്ലിങ്, നമുക്ക് തന്നെ വേറൊരു സ്ഥലത്തേക്ക് മിംഗിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്കൊരു സോഷ്യലൈസേഷൻ പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ആദ്യമൊക്കെ തുടക്കത്തിൽ നമുക്ക് റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത റോളാണ് നമ്മൾക്ക് വേണ്ടി വരുന്നത്. സോ ദ റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് വിൽ ബി നോട്ട് മാച്ചിങ്. ദിസ് ഡസൻറ്റ് മാച്ച് ദാറ്റ് പ്രോബ്ലം യു വിൽ ഹാവ് അറ്റ് ദ ബിഗിനിങ്. ആൻഡ് ലേറ്റർ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഒരു ആൻഷ്യസ്നെസ് ഉണ്ടാവും നമുക്ക്. കാരണം പിയർ ഗ്രൂപ്പുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇൻഡിവിജ്വൽസ് എപ്പോഴും നമുക്ക് എപ്പോഴും പിയർ ഗ്രൂപ്പ്സ് നന്നാവണം. അപ്പോൾ സ്ലോലി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളുടെ പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബിഹേവിങ്ങിലേക്ക് നമ്മളും കൂടി എത്തും. വി സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം ദ പിയർ ഗ്രൂപ്പ്സ്. ക്ലിയർ? സോ അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ വി ലേൺ ടു അഡ്ജസ്റ്റ്. അവർ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബ്രേക്കിംഗ് പീരീഡൊക്കെ മാറി ഇൻഡിവിജ്വൽ പുതിയ ബിഹേവിയർ ഗൈഡ് ലൈൻസ് പഠിക്കുകയാണ്. അപ്പോൾ ന്യൂ കമേഴ്സ് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എൻട്രിയുടെ പീരീഡിൽ നമുക്ക് നോളേജ് അക്വിസിഷൻ വരും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വർക്ക് ഗ്രൂപ്പ് എന്താ ചെയ്യണത്, നമ്മൾ ബിഹേവ് ചെയ്യുന്ന കൾച്ചർ എന്താ. ഓവർ ടൈം നമ്മൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ വി ഗെറ്റ്സ് ഇംപ്രൂവ്ഡ് ഇൻ എവറിഥിങ്. So we understand what is expected from us and what has to be provided to the organization and we behave in such a way. Clear? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഷ്യലൈസേഷൻ ഫങ്ഷൻസ് വർക്ക് പ്ലേസ് ഓർഗനൈസ് ചെയ്യും. അപ്പോൾ വർക്ക് പ്ലേസ് തന്നെ ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യും. ആ മെക്കാനിസത്തിലൂടെ നെസസറി നോളജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ഒരു സ്കിൽസ് ആൻഡ് ബിഹേവിയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലെന്താ ഉണ്ടാവുക വെച്ചാൽ അവരെന്താ ചെയ്യുക വെച്ചാൽ സോഷ്യലൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോർമൽ മീറ്റിങ്സ് വെക്കും. മീറ്റിങ്സ് വെക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പേരെ കാണും. തുടക്കത്തിലൊക്കെ നമുക്ക് ആകെ പരിചയം 1-2 ആൾക്കാരെയാവും. മീറ്റിങ്സ് വെക്കും, ഓറിയൻറ്റേഷൻ വിൽ ബി ഗിവൻ ആൻഡ് ഈവൻ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വിൽ ബി ഗിവൻ. മെറ്റീരിയൽസ് വിൽ ബി പ്രൊവൈഡഡ് ടു അസ്.
വീഡിയോസ് വിൽ ബി പ്രൊവൈഡഡ് ടു അസ്. അപ്പോൾ അതൊക്കെ ഇറ്റ് ബിൽഡ്സ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ ന്യൂ കമേഴ്സ് ക്യാൻ സ്പീഡ് അപ്പ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം എത്രയും ഷോർട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് നെറ്റ്വർക്കിംഗ്. ഇതിനെ നമ്മൾ പുതിയ ടേമിൽ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്കിംഗ് എന്നും കൂടി. ക്ലിയർ? എല്ലാം കൂടി ഇതിൽ എഴുതുമ്പോൾ കൺജസ്റ്റഡ് ആവരുത്. അപ്പോൾ നെറ്റ്വർക്കിംഗ് പ്രോസസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിങ്ങിലൂടെ നമ്മളെ എല്ലാവരിലേക്കും കണക്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതെന്താ വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഈവൻ ടു ഡെവലപ്പ് ഒരു സാഹോദര്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റും വിത്ത് ദ കോവർക്കേഴ്സ് ആൻഡ് ദ സൂപ്പർവൈസേഴ്സ്. Informal, even grapevine communication or the informal communication also acts as a better tool for socialization process. So networking is one tool and even informal meetings are considered to be another tool, right? And let us see what are the core activities. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെ എവിടെയും പറയണത്. എന്തൊക്കെ കോർ ആക്ടിവിറ്റീസ് ആണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിലുള്ളത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ എന്തായാലും ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നത് കമ്പനി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ സോഷ്യലൈസ്ഡ് ആക്കണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു ബോധം, മെക്കാനിക്കലി അല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ദേ ആർ മേക്കിംഗ് അസ് ഫീൽ കോമ്പീറ്റൻറ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു ഡു ദാറ്റ് ജോബ്. നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ. വെൻ യു ഹാവ് എ ഫീലിംഗ് ദാറ്റ് യു ആർ കോമ്പീറ്റബിൾ, യു വിൽ ബി മോർ റെസ്പോൺസിബിൾ ടുവേർഡ്സ് എ ജോബ് ആൻഡ് ദിസ് ക്രിയേറ്റ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ആൻഡ് വി ഷുഡ് നോ വാട്ട് ദ others expect from us. So the colleagues expectation of how we should do. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദാറ്റ് വിൽ സ്റ്റാർട്ട് ഡൂയിങ്. ആൻഡ് ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. ക്ലിയർ? ആൻഡ് അവർ ബിഹേവിയർ വിൽ ബി ഇൻ ദ ബൗണ്ടറി ലൈൻ. നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എല്ലാവരോടും ഒരേപോലെ സംസാരിക്കാൻ പറ്റില്ല. സോ യു വിൽ നോ വാട്ട് ഈസ് അവർ ബൗണ്ടറി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആരോടൊക്കെ സംസാരിക്കണം. വിത്തിൻ ദ ബൗണ്ടറി വെൻ ഇറ്റ് ഗോസ് ഹൗ യു ഷുഡ് ബിഹേവ്. ഇഫ് ഇറ്റ് ഈസ് അവർ സീനിയേഴ്സ് നമ്മുടെ എക്സ്പെക്റ്റഡ് നോംസ് എന്താണ്, ഇതൊക്കെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു നമ്മളുടെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഇൻറ്റഗ്രേഷനാണ്. സോഷ്യൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഗ്രൂപ്പിൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ യു ഷുഡ് ഇൻറ്റഗ്രേറ്റ് വിത്ത് അതേഴ്സ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അവരായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം, അവരിലേക്ക് ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ നോംസ് ഉണ്ടാവും ആ ഒരു ടീമിൽ. കാരണം കൊളീഗ്സ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്സ് ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്സ് ഉണ്ടാവണം. കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്രൊസീജിയറിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ അറിയണം. അപ്പോൾ ന്യൂ ആയിട്ടുള്ള എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇൻറ്റഗ്രേഷൻ ഉണ്ടാക്കാൻ പറ്റും ഒരു ടീമിൽ, അതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ബിൽഡപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഏരിയ ഓഫ് socialization is to make us learn about the organizational context which include the culture. Organizational culture എന്താന്നുള്ളതും നോംസും സ്ട്രക്ചറും. ഓർഗനൈസേഷനിൽ ഒരു കൾച്ചർ ഉണ്ടാവും, ആ കൾച്ചറിൽ വിട്ടിട്ട് നമ്മളൊന്നും ചെയ്യരുത്. കാരണം ആ കൾച്ചറായിരിക്കാം ഓർഗനൈസേഷനെ ഇത്രയും വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ദിസ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു ദ കൾച്ചർ ഓർ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് ഹൗ ഇസ് റിവാർഡ്സ് ഗോയിങ്. അപ്പോൾ ഒരു കൾച്ചറൈസേഷൻ ഫോർമുലയിലേക്കാണ് പോണത്. അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സും ആയാൽ മാത്രമേ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് മൂന്നും കംപ്ലീറ്റ് ആക്കാനാണ് ഓർഗനൈസേഷൻസ് സോഷ്യലൈസേഷൻ ടാസ്ക് ഏറ്റെടുക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? സോ വിത്ത് ദിസ് വി ആർ ഫിനിഷിംഗ് ദ ഫസ്റ്റ് ചാപ്റ്റർ. മോഡ്യൂളൊന്നുമല്ല, പ്ലേസ്മെൻറ്റ് എന്താണെന്നും ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ളത് 7th ചാപ്റ്റർ ടെക്സ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. ആൻഡ് വി വിൽ ബി മൂവിങ് ടു ട്രെയിനിങ് ടുമോറോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ് എന്താണെന്നും ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതുമാണ് നമ്മൾ ഡീൽ ചെയ്യണത്. ക്ലിയർ? ആൻഡ് യു ഹാവ്, ഞാൻ എവിടെ നിന്നോട്ടിട്ട് ഏതുവരെയുള്ള ചാപ്റ്റർ, കല്യാണിയുടെ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഫ്രം 7th ചാപ്റ്റർ ടിൽ 15th ചാപ്റ്റർ യു ഹാവ് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് എൻ്റെ ഭാഗത്തുനിന്ന്. 1 to 6 പ്രവീണ ടീച്ചർ എടുക്കുന്നത്, 7 to 15 ഞാനും. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ 7th ചാപ്റ്റർ
and let's move to the training session tomorrow. Right? Okay, we'll stop with this.